CJP സമരത്തിലെ പോലീസ് നടപടിയും അയോധ്യ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. അയോധ്യ ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖർഗെ പറഞ്ഞു. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ രൂക്ഷമായി വിമർശിച്ചു. ലോക്സഭ ആദ്യം 2 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും പിരിഞ്ഞു. कि आप प्रश्नकाल चलाना चाहते हैं, मैं सबको पर्याप्त समय पर्याप्त अवसर दूंगा. രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദവും പ്രതിപക്ഷ പ്രതിഷേധവുമുണ്ടായി. അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടപടികൾ തടസ്സപ്പെടുത്തി. സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്നും ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. और बाकी जो मेंबर लोग ये नोटिस दिया हुआ है उनको मौका मिलना चाहिए. हर बार एलओपी का नाम से वो खड़े होकर के एक ही मुद्दे को दिन भर उठाते रहते हैं. രാമക്ഷേത്ര വിഷയത്തിലും CJP സമരത്തിലെ പോലീസ് നടപടിയിലും പാർലമെന്റിലെ ഇരുസഭകളിലും ചർച്ചയ്ക്ക് അനുമതി നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി സഭയെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. गृहमंत्री या तो डर गए होंगे या तो उनको इस सदन को अपमान करना होगा, इसलिए वो नहीं आ रहे. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ NDA പാർലമെന്ററി പാർട്ടി യോഗവും മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ മുന്നണിയും യോഗം ചേർന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.